നീലേശ്വരം രാജാസ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ കെ കെ നായർ മാസ്റ്റർ ഞങ്ങൾ വിദ്യാർത്ഥികളുടെയൊക്കെ ഒരു പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു. എന്നിരിക്കലും കെ കെ നായർ മാസ്റ്ററുടെ ഈ ബഹുമുഖ പ്രതിഭ എന്ന നിലക്കുള്ള അദ്ദേഹത്തിൻ്റെ പല മേഖലകളിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും അന്ന് ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ ഞങ്ങൾക്കറിയില്ലായിരുന്നു. എങ്കിലും മലയാളം ക്ലാസ്സിൽ മലയാള ഭാഷയെക്കുറിച്ചും ഞങ്ങൾക്കൊന്നും അന്ന് സാഹിത്യം അറിയില്ല, എങ്കിലും അറിയണമെന്ന് ആഗ്രഹിച്ച മലയാള സാഹിത്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം ലളിതമായ ഭാഷയിലാണ് കാര്യങ്ങൾ പറയുക എങ്കിൽ പോലും ആ പറയുന്ന വാക്കുകൾക്കപ്പുറത്ത് മലയാള സാഹിത്യം എന്ന് പറയുന്നത് വലിയൊരു ലോകമാണെന്നും ആ വലിയ ലോകത്തിലെ കവാടം അദ്ദേഹം ഞങ്ങൾക്ക് തുറന്ന് തരികയായിരുന്നു എന്നൊക്കെ ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയത് പിന്നീട് കോളേജ് ക്ലാസ്സിലൊക്കെ എത്തിയ സമയത്താണ്. അന്നേരമാണ് കെ കെ നായർ മാഷ് എത്ര പ്രതിഭാശാലിയായ അധ്യാപകനായിരുന്നു എന്ന് ഒന്നുകൂടി ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ഏറെ ആദരവിൻ്റെ രൂപത്തിൽ ഇങ്ങനെ പ്രതിഷ്ഠിക്കുന്നത്. അധ്യാപകൻ എന്നതിനപ്പുറത്ത് എനിക്കൊരു സംഭവം നീലേശ്വരം രാജാസ് സ്കൂൾ പഠിക്കുമ്പോൾ ഉള്ളത് ഓർമ്മ വരികയാണ്. ആ ഓർമ്മ ഞാൻ ഇന്നും ജീവിതത്തിലുടനീളം കൊണ്ട് നടക്കുകയാണ്. അത് ഞാൻ 9ാം ക്ലാസ്സിൽ സി ഡിവിഷനിലാണ് പഠിക്കുന്നത്. അന്ന് ഒരു ദിവസം വൈകുന്നേരം ഒരു ചെറിയൊരു സാഹിത്യ സമ്മേളനം എന്ന് പറഞ്ഞാൽ വലിയ സമ്മേളനമൊന്നുമില്ല, ഒരു 60ഓളം കുട്ടികൾ മാത്രം പങ്കെടുത്ത യോഗത്തിൽ ഞാനൊരു ചെറിയ പ്രസംഗം നടത്തി. പിറ്റേ ദിവസം 2ാമത്തെ പീരീഡാണ്, ഇപ്പോഴും ഓർക്കുന്നു. കെ കെ നായർ മാഷ് ക്ലാസ്സിൽ വന്നിട്ട് അദ്ദേഹം 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഒരു പ്രസംഗത്തിൻ്റെ വിഷയത്തെക്കുറിച്ചും പ്രസംഗത്തെക്കുറിച്ചും. ഞങ്ങൾക്ക് ആദ്യം പിടികിട്ടിയില്ല. പിന്നീട് അദ്ദേഹം പറയുന്നത്, ഇന്നലെ ഇങ്ങനെ നിങ്ങളുടെ ക്ലാസ്സിലെ വിദ്യാർത്ഥിയായ ജയരാജൻ ഈ വിഷയത്തെക്കുറിച്ച് മഹാത്മജിയെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്, പിന്നെ വായനയുടെ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇത് അദ്ദേഹം ഒരു നിരൂപകൻ്റെ ഭാഷയിൽ, അത് നിരൂപണമെന്നും പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ, 9ാം ക്ലാസ്സിലെ കുട്ടികളല്ലേ, വിദ്യാർത്ഥികളല്ലേ, ഞങ്ങളോട് നമ്മുടെ 40 വിദ്യാർത്ഥികളോടും പറഞ്ഞു എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത്. അത് നല്ലൊരു ഉദാഹരണമായിരുന്നു ജയരാജൻ പ്രസംഗിച്ചത് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ തലേന്ന് നടത്തിയത് പ്രസംഗമാണ് എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ബോധ്യപ്പെട്ടത്. അതെനിക്കൊരു പ്രചോദനമായിരുന്നു. വളരെ വികാരപരമായ ഭാഷയിൽ പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ ഏതെങ്കിലും വേദികളിൽ ഒരു പ്രാസംഗികൻ എന്ന നിലക്ക് കോളേജിൽ പഠിക്കുമ്പോൾ, കോളേജ് അധ്യാപകനായിരുന്നപ്പോൾ, 2 സർവകലാശാലകളിലെ പരീക്ഷ കൺട്രോളറായിരുന്നപ്പോൾ, വിവിധ ഉന്നതമായ സമിതികളിൽ അംഗമായപ്പോൾ, ഇപ്പോൾ നീലേശ്വരം നഗരസഭയുടെ എളിയ ചെയർമാനായിട്ടൊക്കെ ഞാൻ ഏതെങ്കിലും വേദിയിൽ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം നടത്തുവാൻ ഞാൻ അർഹനാണ് എന്നെനിക്ക് ജീവിതത്തിൽ ആദ്യമായി ആ അർഹത നൽകിയത് കെ കെ നായർ എന്ന് പറയുന്ന എൻ്റെ ആ പ്രിയപ്പെട്ട അധ്യാപകനാണ്. ഇങ്ങനെ എന്നെപ്പോലെയുള്ള നിരവധി എളിയ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം ഇതുപോലെ ഒരു പ്രചോദന കേന്ദ്രമായിരുന്നു. ഞങ്ങൾക്ക് മുന്നോട്ട് നടക്കുന്നതിൽ കെ കെ നായർ മാസ്റ്റർ ഒരു വഴിവിളക്കായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും അദ്ദേഹം ഒരു പ്രോത്സാഹനത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു എന്നാണ് ഞാനിപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത്. പിന്നൊരു നല്ലൊരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നത്, കെ കെ നായർ മാസ്റ്റർ അന്ന് അഭിവക്ത കോഴിക്കോട് സർവകലാശാല എന്ന് പറഞ്ഞാൽ ചാലക്കുടി മുതൽ മഞ്ചേശ്വരം വരെയാണ്, 7 ജില്ലകളാണ് കോഴിക്കോട് സർവകലാശാലയുടെ ഒരു വ്യാപ്തി പ്രദേശം. ഞാനന്ന് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചതേ ഉള്ളൂ. അന്ന് കെ കെ നായർ മാഷ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് മെമ്പറാണ്. അപ്പോൾ ആ സെനറ്റിൽ നിന്നും സിൻഡിക്കേറ്റിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു യുവ സുഹൃത്ത് ശ്രീ CP ജോൺ വിദ്യാർത്ഥി പ്രതിനിധിയായിട്ട് സിൻഡിക്കേറ്റിലേക്ക് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ സെനറ്റ് മെമ്പർമാരും വോട്ട് ചെയ്യണം. അപ്പോൾ CP ജോൺ നീലേശ്വരത്തേക്ക് വന്നു. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ ഞങ്ങളുടെ അന്നത്തെ ബഹുമാനായ പ്രിൻസിപ്പൽ പ്രൊഫസർ CK നാരായണൻ സെനറ്റ് മെമ്പറാണ്. അപ്പോൾ പ്രൊഫസർ CK നാരായണൻ സാറിൻ്റെ വോട്ട് ചോദിക്കാൻ വേണ്ടി CP ജോൺ വന്നു. ഞാനും CP ജോണിൻ്റെ കൂടെ പോയി
പ്രൊഫസർ CK പറഞ്ഞു വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അന്നേരം എന്നോട് പറഞ്ഞു, രാജാസ് ഹൈസ്കൂളിലെ KK നായർ മാഷുണ്ടല്ലോ, അദ്ദേഹം സെനറ്റ് മെമ്പറാണ്, ഒന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ വോട്ട് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാൻ വേണ്ടി രാജാസ് ഹൈസ്കൂളിലേക്ക് വരാൻ കഴിയുമോ എന്ന് CP ജോൺ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, രാജാസ് ഹൈസ്കൂൾ ഞാൻ പഠിച്ച വിദ്യാലയമാണ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരാണ് KK നായർ മാഷ്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നതിൽ എനിക്കേറെ ഒരു അഭിമാനം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ രാജാസ് ഹൈസ്കൂളിലേക്ക് പോയി. എന്തായിരിക്കും KK നായർ മാഷിൻ്റെ പ്രതികരണം എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ മാഷ് പറഞ്ഞത്, ജോണിനെ CP ജോണിനെ പരിചയമില്ല മാഷ് പറഞ്ഞത്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി ജയരാജനാണ് നിങ്ങളെ കൂട്ടി വന്നത്. ജയരാജൻ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ മത്സരിക്കുമ്പോൾ അദ്ദേഹം എന്നാണ് എന്നെ ഉപയോഗിച്ച വാക്ക്, ജയരാജൻ കൂട്ടി വന്നത്, അതുകൊണ്ട് വോട്ട് തന്നിരിക്കുമെന്ന് പറഞ്ഞു. ആ തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥി പ്രതിനിധിയായി സിൻഡിക്കേറ്റിലേക്ക് ജയിക്കുമെന്ന് CP ജോണിന് വലിയ ഉറപ്പില്ലായിരുന്നു. പക്ഷേ CP ജോൺ ജയിച്ചു. ആ ഒരു വോട്ട് KK നായർ മാഷിൻ്റേതാണ്. എന്നോട് പിന്നീട് മാഷ് പറഞ്ഞു വോട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഒരു വിദ്യാർത്ഥിയെ ഇങ്ങനെയൊക്കെ അംഗീകരിക്കത്തക്ക വിധത്തിലുള്ള ഇത്രയും വലിയ മനസ്സ് ഒരു അധ്യാപകൻ വെച്ച് പുലർത്തുന്നു എന്ന് പറയുമ്പോൾ KK നായർ മാഷ് മാതൃകാ അധ്യാപകനാണ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ കോളേജ് അധ്യാപകനായി പ്രവർത്തിക്കുന്ന സമയത്ത് KK നായർ മാഷ് ഒരു പ്രകാശ ഗോപുരമായി ഇങ്ങനെയൊക്കെ വിദ്യാർത്ഥികളെ അധ്യാപകൻ അംഗീകരിക്കലാണ് അധ്യാപകൻ്റെ ഏറ്റവും നല്ലൊരു മനോഭാവം എന്ന് ഞങ്ങൾ ജീവിതത്തിൽ പഠിച്ചത് KK നായരിലൂടെയാണ്. അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ അദ്ദേഹത്തിന് പഠിച്ചു എന്ന് ഓർക്കുമ്പോൾ അദ്ദേഹം എനിക്കൊരു പാഠപുസ്തകമായി. KK നായർ മാഷ് വലിയൊരു വായനക്കാരനായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. 15ഓളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഈ എളിയ എന്നെ സംബന്ധിച്ചിടത്തോളം KK നായർ മാഷ് എനിക്കൊരു പാഠപുസ്തകമായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്കേറെ അഭിമാനവും ആഹ്ലാദവുമുണ്ട്.